ഹായ്, ഇന്നിവിടെ വന്നിട്ട് സ്വന്തമായിട്ട് നമുക്കൊരു ഗെയിം ഡെവലപ്പ് ചെയ്താലോ. ഗൂഗിളിൻ്റെ ജെമിനി 3 Pro ഫ്രീ ആയിട്ട് ജിയോയിൽ സിമ്മിന് അവൈലബിൾ ആണ്. ജസ്റ്റ് മൈ ജിയോ എടുത്തിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. ജെമിനി ആപ്പ് ഓപ്പൺ ചെയ്യുക, എന്നിട്ട് ജസ്റ്റ് അതിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇത് 3 Pro ആണ് കേട്ടോ. പഴയതിൽ കിട്ടുമെന്ന് എനിക്കറിയില്ല. ട്രൈ ഇറ്റ്. ജസ്റ്റ് ടൈപ്പ് ചെയ്താൽ സിമ്പിളായിട്ട് ക്രിയേറ്റ് എ റെട്രോ സ്നേക്ക് ഗെയിം. പഴയ നോക്കിയ ഫോണിലല്ല സ്നേക്ക് ഗെയിം ഇല്ലേ, അതന്നെ സിമ്പിളായിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ജസ്റ്റ് സിമ്പിൾ പ്രോംപ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ക്രിയേറ്റ് എ റെട്രോ സ്നേക്ക് ഗെയിം, റൈറ്റ് കോഡ് ആസ് സിംഗിൾ ഫയൽ. സിമ്പിളായിട്ട് ഇത്ര മാത്രം മതി. ഇത്ര മാത്രം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ക്യാൻവാസ് ആക്കി കൊടുക്കുക, താഴത്ത് ടച്ച് ചെയ്തിട്ട്. ഒരു 2-3 മിനിറ്റിനുള്ളിൽ നമുക്ക് ഗെയിം ഡെവലപ്പ് ചെയ്യാം. ഒന്ന് ആലോചിച്ചു, AI ഒക്കെ ഒരു കഴിവ്. പണ്ടൊക്കെ ഒരു ഗെയിം ഡെവലപ്പ് ചെയ്യാൻ നമുക്ക് പറ്റുമെന്ന് ചിന്തിക്കാൻ തന്നെ പറ്റില്ല. ഇത്ര AI ഡെവലപ്പായി കഴിഞ്ഞു. നമുക്ക് ഇഷ്ടമുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുക്കും കേട്ടോ. റെട്രോ സ്നേക്ക് ഗെയിം എന്ന് മാത്രമല്ല, ഇഷ്ടമുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഏത് ഗെയിമെന്ന് വെച്ചാൽ അത് തന്നെ നമുക്ക് HTML ആയിട്ട് വരും. മറ്റേ ആപ്പായിട്ട് വരില്ല. HTML ആപ്പ് നമുക്ക് ഓൺലൈനായിട്ട് കളിക്കാം. വളരെ സിമ്പിളാണ്. വളരെ സിമ്പിൾ എന്ന് പറഞ്ഞാൽ ഇത്ര സിമ്പിളായിട്ട് ഒരു ഗെയിം ഡെവലപ്പ് ചെയ്യുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. മൈ ജിയോ ആപ്പ് എടുക്കുക, അതിൽ ഗൂഗിളിൻ്റെ ജെമിനി പ്രോ വെർഷൻ ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. ഇയർലി 35,000 അത് ഫ്രീ ആയിട്ട് ജിയോ യൂസേഴ്സിന് കിട്ടുന്നുണ്ട്. ഒരു വിത്തിൻ 2-3 മിനിറ്റ്സ് കൊണ്ട് നമുക്ക് നോക്കിയാൽ പഴയ കളിച്ച വന്നു കഴിഞ്ഞു. കണ്ടില്ലേ, റെട്രോസ് ജസ്റ്റ് ഓപ്പൺ ചെയ്യുക, അത്ര മാത്രം. സിമ്പിൾ സ്റ്റാർട്ട് ഗെയിം. പിന്നെ ഞാൻ ഈ ഗെയിമിൽ അത്ര എക്സ്പീരിയൻസ്ഡ് ഒന്നും അല്ലാത്തതുകൊണ്ട് തോറ്റ് വരുന്നു. നല്ല രസമല്ലേ കാണാൻ? നല്ല പഴയൊരു നൊസ്റ്റാൾജിയ. എത്ര സിമ്പിളായിട്ടല്ലേ നമ്മളൊരു ഗെയിം ഡെവലപ്പ് ചെയ്തത്. എല്ലാവരും ട്രൈ ചെയ്യണേ. വെരി സിമ്പിൾ. ഇതേപോലെ നമുക്ക് ഇഷ്ടമുള്ള ടൈപ്പ് ചെയ്തെടുക്കുക. ക്രിക്കറ്റ്, ലൂഡോ, എന്ത് വേണം ടൈപ്പ് ചെയ്യുക. ഹോക്കി, ക്രിക്കറ്റ്, എന്ത് വേണം ടൈപ്പ് ചെയ്താലും അത്തത്തെ പോലെ നമുക്ക് വരും. നമ്മൾ അടിപൊളിയായിട്ട് ഒരു ഇഷ്ടമുള്ള ഗെയിം ഇതേപോലെ ഡെവലപ്പ് ചെയ്യാം. ഓക്കെ, ബൈ.